ഇപ്പൊ പല പുതിയ പ്ലേയേഴ്സിനെ ഇന്റന്റ് റെക്കോർഡ്സിന് പിന്നാലെ അവർ പോകുന്നില്ല, ഇൻഡിവിജ്വൽ സ്കോഴ്സിന് പിന്നാലെ പോകുന്നില്ല. അവരുടെ ടീമിന് ഈ ചേഞ്ച് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഒരു സമയത്ത് ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോൺസിന് വേണ്ടി വെച്ചിരുന്ന പ്ലേയേഴ്സിൽ നിന്ന് ഇപ്പൊ ജസ്റ്റ് ഫോർ ദ ടീം പ്ലേ ചെയ്യാന്നുള്ളത് അതെങ്ങനെയാ? അത് മീൻസ് നമ്മൾ ജയിക്കാനുള്ളതുകൊണ്ട് അത് ശരിക്കും ക്രെഡിറ്റ് നമ്മുടെ ടീം മാനേജ്മെന്റിനും ആ ഒരു ബിലീഫ് സിസ്റ്റം അത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ പലപ്പോഴും ആർക്കൊക്കെ ആണെങ്കിൽ പണ്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ ഒരു ബ്രില്യൻസിലോട്ട് പോകാനാണ്. നമ്മുടെ ഒരു 100 അടിച്ചു, ഇപ്പോൾ ഒരു 80 ആവുമ്പോൾ തന്നെ 80 നിന്ന് പിന്നെ ഒരു 20 ബോൾ സിംഗിൾ എടുത്ത് 100 അടിച്ചിട്ടൊക്കെ പോവുള്ളൂ. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ചരിത്രം കണ്ടിട്ടുള്ളത്, ഇതിൻ്റെ മുമ്പിലുള്ള റെക്കോർഡുകളൊക്കെ കണ്ടിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. ഇപ്പം അല്ലാത്തുള്ള ഷേവാഗ് മാത്രമേ ഉള്ളൂ 6 അടിച്ച് 100 എത്തുന്നത്. അല്ലാണ്ട് വേറെ അങ്ങനെ നമുക്ക് വളരെ കയ്യിലെ എണ്ണ അങ്ങനെ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴും ആയാലായി, അല്ലെങ്കിൽ റെഗുലറായിട്ട് കുറച്ച് സേഫായിട്ട് കളിക്കുന്ന ഇതാണ്. ഇപ്പം സഞ്ജുവിന് ഇത്രയും ക്രെഡിറ്റ് എല്ലാവരും കൂടെ കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ലോകകപ്പിൽ വേണമെങ്കിൽ 3 മാച്ചിൽ 3 സെഞ്ചുറി അടിക്കാറ്. പക്ഷേ ടീം ആ ഒരു സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ 10 ബോൾ എടുത്തിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടായിട്ട് നമ്മൾ 254 റൺസെന്തോ എടുത്തിട്ട് നമ്മൾ കളി ജയിക്കണം 6 റണ്ണിനാണ്. അപ്പോൾ ഒരു 10 ബോൾ പുള്ളിക്കാരൻ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ നമ്മൾ കളി തോറ്റു. നമുക്ക് ഒരു സെഞ്ചുറി എടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. സോ ആ ഒരു കോൺസെപ്റ്റ് ടീം എഹെഡ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പണ്ട്. പക്ഷേ ഞാനത് കണ്ടിട്ടുള്ള ഇപ്പോൾ ഓസ്ട്രേലിയനെ പോലെയുള്ള ഒരു ടീം, ഇപ്പം മാർക്ക് ടെയ്ലർ, അയാൾ 334 നോട്ട് ഔട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ ഡിക്ലെയർ ചെയ്തു. കാരണം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് 375 റണ്ണ് ലാറയുടെ റെക്കോർഡ് അല്ലെങ്കിൽ അങ്ങനെ അത് വേണമെങ്കിൽ അയാൾക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അയാളത് പോയില്ല. അത് നമ്മൾ വേറെ ടീമിന് മാത്രമേ അങ്ങനെ ഓസ്ട്രേലിയ കുറേ അങ്ങനെ റെക്കോർഡിലൊന്നും പോകാത്തതാണ്.